നമസ്കാരം. മോർണിംഗ് വൈബ്സിൽ നമ്മുടെ അതിഥികളുടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ വീട്ടിലെ സകലമാന വാർത്തകൾ നോക്കാം. സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. പ്രധാന വാർത്തകൾ. ചെറുവത്തൂരിൽ വീണ്ടും ഒഴുകും പതിക്കാൽ പുഴ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുഴ വീണ്ടെടുക്കൽ യജ്ഞം 4ാം ഘട്ടത്തിൽ. ചുറ്റുമലക്കാരുടെ സ്വപ്നങ്ങൾക്ക് വെളിച്ചം പകർന്ന പുതിയ തീരുമാനം. വൈദ്യുതി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകും. നിർമ്മാണത്തിന് KSEB തനത് ഫണ്ട് വിനിയോഗിക്കാൻ പദ്ധതി. അരിമ്പൂർ സ്കൂളിലെ കുട്ടികൾ എഴുത്തുകാരാണ്. വിദ്യാർത്ഥികളുമായി രചനകളും വീണ്ടും തുമ്പപ്പൂ പ്രസിദ്ധീകരിച്ചു. പുറത്തിറങ്ങിയത് 28ാം പതിപ്പ്. മൂവാറ്റുപുഴയിലെത്തിയാൽ വായിച്ചാസ്വദിച്ച് ചായ കുടിക്കാം. കോഫി വിത്ത് ബുക്ക് ആശയം കേരളത്തിലാദ്യം. പൈനായിൽ ബേക്കറിയിൽ ഒരുക്കിയിരിക്കുന്നത് 100ലേറെ പുസ്തകങ്ങൾ. വിശദമായി നോക്കാം സകലമാന വാർത്തകൾ. കാസർകോട് ചെറുവത്തൂർ പതിക്കാൽ പുഴയെ വീണ്ടെടുക്കാനുള്ള 4ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന പുഴയിൽ തെളിനീരൊഴുക്കുവാനുള്ള പരിശ്രമമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നാടിന്റെ ജലസ്രോതസ്സായിരുന്ന കാസർഗോഡ് ചെറുവത്തൂർ പതിക്കാൽ പുഴയെ വീണ്ടെടുക്കാനും പഴയ പ്രതാപത്തിലെത്തിക്കാനും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രമം നടക്കുകയാണ്. നാടൊന്നാകെ കൈകോർത്താൽ മാത്രം ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്ന പ്രയത്നത്തിനാണ് പഞ്ചായത്ത് നേതൃത്വം നൽകുന്നത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളായ കാരിയിൽ, പാതിക്കാൽ, തുരുത്തി, ഓർക്കുളം പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന പുഴയെ സംരക്ഷിക്കാൻ 2018 മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ജൈവ അജൈവ മാലിന്യങ്ങൾ നിറഞ്ഞ പുഴയെ പുനരുജ്ജീവിപ്പിക്കാൻ നാട്ടുകാരിൽ ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീളയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് 18 ചെറുവത്തൂർ. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കൊല്ലം ചിറ്റുമല സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ നീങ്ങുന്നു. KSEBയുടെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചതോടെ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണ് അവിടെയുള്ള നാട്ടുകാർ. കിഴക്കേ കല്ലട, മൺട്രോ തുരുത്ത്, പവിത്രേശ്വരം മേഖലകളിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ 2008 ചിറ്റുമലയിൽ സബ്സ്റ്റേഷൻ അനുവദിച്ചത്. സബ്സ്റ്റേഷന് 1.75 ഏക്കർ ഭൂമി വാങ്ങി മണ്ണിട്ടുയർത്തി ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. നിലവിൽ കുണ്ടറ 220 kV സബ്സ്റ്റേഷനിൽ നിന്നാണ് കിഴക്കേ കല്ലട, മൺട്രോ തുരുത്ത് പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തുന്നത്. വളരെ ദൈർഘ്യമേറിയ ഫീഡറുകളിൽ എവിടെ തകരാർ സംഭവിച്ചാലും എല്ലായിടവും വൈദ്യുതി മുടങ്ങുന്നതും പതിവായിരുന്നു. KSEBയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 12,70,00,000 രൂപ അനുവദിച്ചിട്ട് അതിൻ്റെ പണി ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ട നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവും. അത് KSEBക്ക് ഇപ്പോൾ ഇച്ചിരി ഫണ്ടിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് 6 മാസത്തിനകം തന്നെ ഈ പദ്ധതി ആരംഭിക്കും, തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് മന്ത്രി നമ്മുടെ അടുത്ത് പറഞ്ഞത്. പഠനത്തിലൂടെ അനുകൂല റിപ്പോർട്ട് ലഭിച്ചതോടെ പദ്ധതി ബോർഡിന്റെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മാണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. 12.7 കോടി രൂപ എസ്റ്റിമേറ്റ് വരുന്ന പദ്ധതിയുടെ രേഖ തയ്യാറാക്കി സമർപ്പിച്ചതോടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വോട്ടിംഗ് മെഷീനുകൾ പരിചയപ്പെടുത്തുന്നതിന് സൗകര്യമൊരുക്കി പാലക്കാട് പട്ടാമ്പി താലൂക്ക് ഇലക്ഷൻ വിഭാഗം. മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം നൽകി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ബ്രെയിലി ലിപിയിൽ ക്രമനമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇവ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും വോട്ടെടുപ്പ് ചട്ടങ്ങളെക്കുറിച്ചും ക്ലാസ് നൽകി. ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് പരിശീലനത്തിന് നേതൃത്വം നൽകി. തൃശൂർ അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളുടെ രചനകൾ പുസ്തക രൂപത്തിലാക്കി തുമ്പപ്പൂ പത്രിക പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് തുമ്പപ്പൂവിന്റെ അണിയറ പ്രവർത്തകർ. 40ഓളം കുട്ടികളുടെ ഭാവനയിൽ വിടർന്ന കഥകളും കവിതകളും കൊണ്ട് മികച്ച വായനാ അനുഭവമാണ് തുമ്പപ്പൂ സമ്മാനിക്കുന്നത്.
2007 ആദ്യമായി തുമ്പപ്പൂ എന്ന വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിയുള്ള പത്രിക അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പുറത്തിറക്കുന്നത്. ആദ്യ വർഷം 3 ലക്കം വരെ പുറത്തിറങ്ങിയ തുമ്പപ്പൂ കോവിഡിന് ശേഷം വർഷത്തിലൊരിക്കലാണ് പ്രസിദ്ധീകരിക്കുന്നത്. തുമ്പപ്പൂവിന്റെ 28ാമത് ലക്കമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. കഥ, കവിത, ചിത്രരചന, യാത്രാവിവരണം, പുസ്തക നിരൂപണം, ശാസ്ത്രലേഖനങ്ങൾ എന്നിവ പുസ്തകത്തിൽ ഉൾപ്പെടുന്നു. ഓരോ പുസ്തകവും പുറത്തിറക്കുന്നതിന് മുൻപും ദീർഘമായ പരിശ്രമങ്ങളുണ്ട്. വിദ്യാലയത്തിൽ വെച്ച് 2 തവണയെങ്കിലും കുട്ടികൾക്കായി എഴുത്തുശില്പശാലകൾ ആദ്യം സംഘടിപ്പിക്കും. ഇതിൽ നിന്ന് മികച്ച രചനകൾ നടത്തുന്നവരെ ഉൾപ്പെടുത്തിയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കുട്ടികളും അധ്യാപകരും ചേർന്നുള്ള എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാകും. ഇത്തവണത്തെ തുമ്പപ്പൂവിന്റെ എഡിറ്റർ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അതിഥിയായിരുന്നു. കുട്ടികളുടെ ഭാവനയും സർഗാത്മകതയും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും എന്നും നമ്മുടെ തുമ്പപ്പൂ മുന്നിൽ തന്നെയാണ്. മറ്റൊരു സ്കൂളിലും ഇത്തരം വ്യത്യസ്തമായ പ്രവർത്തനമില്ല എന്നത് നമ്മുടെ സ്കൂൾ വിദ്യാലയത്തിനെ കൂടുതൽ മാറ്റുകൂട്ടുന്നുണ്ട്. 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള 40ഓളം കുട്ടികളുടെ സൃഷ്ടികളാണ് ഇത്തവണ പുസ്തകത്തിലുള്ളത്. അച്ചടിക്കാനും മറ്റുമുള്ള സാമ്പത്തിക സഹായം അരിമ്പൂർ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകുന്നത്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രിന്റ് ചെയ്യുന്നതും കുട്ടികൾക്ക് നൽകുന്നതും. ഇതിനായി കുട്ടികൾക്ക് എഴുതാനായിട്ടുള്ള ശില്പശാലകൾ നടത്താറുണ്ട്. പ്രമുഖരായ സാഹിത്യകാരന്മാർ അതിൽ പങ്കെടുത്തു വരുന്നു. മുൻലക്കങ്ങളിലെ തെരഞ്ഞെടുത്ത സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച് തുമ്പപ്പൂക്കൾ എന്ന മറ്റൊരു പുസ്തകവും നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുമ്പപ്പൂ പത്രികയുടെ പ്രകാശനം കവി ഡോക്ടർ C. രാവുണ്ണിക്ക് ആദ്യ പ്രതി നൽകി അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ നിർവഹിച്ചു. ന്യൂസ് 18 അരിമ്പൂർ. തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച അങ്കണവാടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും മികച്ച അങ്കണവാടി വർക്കർക്കുള്ള അവാർഡും കരസ്ഥമാക്കിയതിന്റെ സന്തോഷം അരിമ്പൂർ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിൽ മധുരം പങ്കിട്ട് ആഘോഷിച്ചു. അങ്കണവാടി പ്രവർത്തകരും കുട്ടികളും വയോജന ക്ലബ്ബുകളിലെ അംഗങ്ങളും സന്തോഷത്തിൽ പങ്കുചേർന്നു. അരിമ്പൂർ കൈപ്പിള്ളിയിലെ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടി തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച അങ്കണവാടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനാണ് ഈ അങ്കണവാടിക്ക് സംസ്ഥാന തലത്തിൽ ബഹുമതി നേടാനായത്. അരിമ്പൂർ 14ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അങ്കണവാടി 2018 സ്വന്തം സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങിയത്. അങ്കണവാടി വർക്കറായ സലിജ സന്തോഷും സഹായി സിനിയുമാണ് കുട്ടികൾക്കായുള്ള പരിചരണം ഒരുക്കുന്നത്. 30 സ്ത്രീകളടക്കം 45 പേരുടെ വയോജന കൂട്ടായ്മയും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അങ്കണവാടിക്ക് ചുറ്റുമായി വിവിധതരം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കൃഷിയുടെ ബാലപാഠം പഠിക്കാനും വിളവെടുക്കുന്ന പച്ചക്കറികൾ അങ്കണവാടിയിൽ തന്നെ ഭക്ഷണത്തിനായി ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നുണ്ട്. ക്രിസ്മസ്, ഓണം, റംസാൻ തുടങ്ങിയ ഏത് ആഘോഷങ്ങൾക്കും അങ്കണവാടിയിലെ കുരുന്നുകളും രക്ഷിതാക്കളും വയോജന സംഘത്തിലെ പ്രവർത്തകരും പ്രദേശവാസികളും ഒത്തുകൂടുന്നത് പതിവാണ്. പ്രവർത്തന മികവിന് ഈ അങ്കണവാടിക്ക് നിരവധി ബഹുമതികൾ നേരത്തെയും ലഭിച്ചിട്ടുണ്ട്. അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. KR സുകുമാരൻ, ലിലി റാഫേൽ, സുകുമാരൻ കല്ലുവാതുക്കൽ, KR ബാലചന്ദ്രൻ തുടങ്ങിയവരാണ് സാരഥികൾ. ക്യാപ്റ്റൻ ലക്ഷ്മി അംഗനവാടിക്ക് മികച്ച അംഗനവാടിയായിട്ട് നമുക്ക് സംസ്ഥാന തലത്തിലെ അവാർഡ് നേടാൻ സാധിച്ചു. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കണം നമ്മുടെ ആൾക്കാർ, LMSക്കാർ, അതുപോലെ പൊതുജനങ്ങൾ ഇവിടെ ഏതൊരു പരിപാടിക്കും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ഓരോ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. നമുക്ക് പോഷകവാടി അവാർഡ് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചു. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ശുചിത്വത്തിനുള്ള അവാർഡ് ലഭിച്ചു. 3ാമത്തെയാണ് നമുക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ അവാർഡ് ലഭിച്ചത്. ഒരു തുള്ളി പല തുള്ളി തുള്ളികൾ ചേർന്നാൽ ഒരു പുഴ, ഒരു തുള്ളി പല തുള്ളി തുള്ളികൾ ചേർന്നാൽ ഒരു പുഴ. ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിക്ക് അടുത്ത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച അങ്കണവാടി വർക്കർക്കുള്ള പുരസ്കാരം നേടിയ ദീപ മുകുന്ദൻ ജോലി ചെയ്യുന്ന കസ്തൂർബ അങ്കണവാടി. 6 വർഷം കൊടുങ്ങല്ലൂരിലുള്ള മിൽമയുടെ അനുബന്ധ സ്ഥാപനത്തിൽ മിൽക്ക് ടെസ്റ്ററായി ജോലി ചെയ്തിരുന്ന ദീപ കൈപ്പിള്ളിയിലെ അങ്കണവാടിയിലെത്തിയിട്ട് 21 വർഷമായി. മികച്ച അങ്കണവാടി പ്രവർത്തക എന്ന നിലയ്ക്കുള്ള അവാർഡ് മന്ത്രി വീണ ജോർജിൽ നിന്ന് ഏറ്റുവാങ്ങി. നമ്മുടെ അങ്കണവാടി കുട്ടികളുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പലതരത്തിലുള്ള വികാസ മേഖലകളിൽ
കുട്ടികളുടെ പെരുമാറ്റ സ്വഭാവ വൈകല്യങ്ങളെയൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകളിൽ കുട്ടികളെ തെറാപ്പികൾ നടത്തി ഒക്കെ വളരെ ഭാഷാപരമായിട്ടുള്ള വികാസത്തിന് വേണ്ടി ഒക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ അംഗൻവാടിയിൽ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വയോജനങ്ങൾ, ഗർഭിണികൾ, കിടപ്പുരോഗികൾ എന്നിവർക്ക് വേണ്ടി പരിചരണം ഒരുക്കാൻ ദീപയുടെ നേതൃത്വത്തിലുള്ള അങ്കണവാടി സംഘം മുന്നിലുണ്ട്. ഇവിടത്തെ വയോജന കമ്മിറ്റിയും മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. എറണാകുളം കോതമംഗലത്ത് AI റോബോട്ടിക്സ് പ്രൊജക്ട്സിന്റെ ഉദ്ഘാടനം മരീൻ അക്കാദമിയിൽ നടന്നു. ഡോക്ടർ സോളമൻ കെ പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മരീൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെയും എൽദോ മാർ ബസേലിയോസ് കോളേജിന്റെയും കീഴിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിംഗിന്റെ നേതൃത്വത്തിൽ ഏകദേശം 30ഓളം AI റോബോട്ടിക്സ് പ്രൊജക്ടുകൾ ഡെവലപ്പ് ചെയ്തു. അകാലത്തിൽ പൊലിഞ്ഞ തിരക്കഥാകൃത്ത് നിസാം റാവുത്തറെ അനുസ്മരിപ്പിച്ച സിനിമാ പ്രേമികളും സുഹൃത്തുക്കളും. കാസർകോട് കാഞ്ഞങ്ങാട് എൻഡോസൾഫാൻ സമരപ്പന്തലിലാണ് സിനിമാ പ്രവർത്തകർ ഒത്തുകൂടിയത്. റിലീസിന് കാത്തുനിൽക്കാതെയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ എഴുത്തുകാരൻ നിസാം റാവുത്തർ വിട്ടുപിരിഞ്ഞത്. 2013 പുറത്തിറങ്ങിയ സക്കറിയായുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിക്കൊണ്ടാണ് നിസാം സിനിമയിലേക്ക് എത്തിയത്. പിന്നീട് റേഡിയോ, ബോംബെ മിഠായി എന്നീ ചിത്രങ്ങളുടെ രചന നിർവഹിച്ചു. നിരവധി ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിട്ടുള്ള നിസാം വർഷങ്ങളോളം കാസർഗോഡ് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്നു. എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സൗകര്യാർത്ഥം ആരോഗ്യവകുപ്പിലെ ജോലി മാറ്റിവാങ്ങുകയായിരുന്നു. ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററികൾക്ക് സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് എൻഡോസൾഫാൻ സമരപ്പന്തലിലാണ് അനുസ്മരണാർത്ഥം സിനിമാ പ്രവർത്തകർ ഒത്തുകൂടിയത്. സംവിധായകൻ ഡോക്ടർ ബിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ഉൽപ്പന്നത്തിന്റെ അണിയറ പ്രവർത്തകർ നിസാം റാവുത്തറെ അനുസ്മരിച്ചു. അവസാനം റിട്ടയർമെന്റിന് 1 വർഷം മുമ്പ് കാസർഗോഡ് പോയി താമസിക്കണം. അപ്പോൾ കാസർഗോഡിന്റെ ഈ ഇപ്പോൾ നടക്കുന്ന കാസർഗോഡ് സിനിമകളെക്കാൾ മുന്നേ കാസർഗോഡിൻ്റെ സിനിമ കൊണ്ടു നടന്ന് അതിനെ താലോചിച്ച് നടന്നവനാണ് നിസാമുക്ക. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ നിസാമുക്കൾക്ക് അത് അബ്രവാളിയിൽ എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം നിസാമുക്ക എപ്പോഴും ഉണ്ട്. പക്ഷേ ഈ സിനിമ പൂർത്തിയാക്കിയപ്പോഴാണ്, ഈ സിനിമ കഴിഞ്ഞ് തിയേറ്ററിലെത്തുമ്പോഴാണ് നിസാമുക്ക എനിക്ക് സന്തോഷം. പക്ഷേ ആ സന്തോഷം അധികകാലം നിലനിന്നില്ല എന്നൊരു ദുഃഖം നമുക്കുണ്ട്. കാരണം എന്നും കാസർഗോഡുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് നിസാമുക്ക. നിരവധി ചെറുകഥകളും നോവലുകളും എഴുതിയിട്ടുണ്ട്. ഒരു സർക്കാർ ഉൽപ്പന്നത്തിന്റെ പ്രമോഷൻ പരിപാടികളിൽ സജീവമായിരുന്നു നിസാം. ചിത്രം റിലീസാകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് മരിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഒറ്റമുറി വീട്ടിൽ ദുരിതജീവിതം നയിക്കുകയാണ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശി നസീമ. അടച്ചുറപ്പുള്ള വീടിനായി ഇവർ സമീപിക്കാത്ത ഇടങ്ങളില്ല. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നസീമ ഇപ്പോൾ. താമരശ്ശേരി തച്ചമ്പോയിൽ സ്വദേശിനി നസീമയുടെ വീടാണ് ഇത്. 5 സെന്റിൽ ഒറ്റമുറി വീട് നിർമ്മിച്ചു. പനയോലയും പ്ലാസ്റ്റിക് ഷീറ്റുമാണ് മേൽക്കൂര. അടുക്കളയും കിടപ്പുമുറിയുമെല്ലാം ഇതാണ്. ഭർത്താവ് ജെറീഷ് കൂലിപ്പണിക്ക് പോയിട്ടാണ് കുടുംബം പുലർത്തുന്നത്. തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വീട് നിർമ്മിക്കുക അസാധ്യമാണ്. അടച്ചുറപ്പുള്ള ചെറിയൊരു വീട് മാത്രമാണ് ഇവരുടെ ആഗ്രഹം. എനിക്ക് ചെറിയൊരു വീട് ചെറിയ റൂം അയച്ചാൽ മതി, ചോരാണ്ട്. അപ്പോൾ താമസിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഷെഡിലാണ്. വേറെ ആരോടൊക്കെയൊന്നും പറയാനുമില്ല, ആവാനുമില്ല. ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളോട് ഞാൻ ഒന്നുമില്ലേ പറഞ്ഞൊരു 10 റുപ്യെങ്കിലും നിങ്ങൾ ഓരോരുത്തർ മനസ്സറിഞ്ഞ് തന്നാറ് മുള്ളാൻ്റെ പൊരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മഴ ആകുമ്പോഴത്തേക്ക് ചെറിയൊരു വീടുണ്ടാക്കായിരുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ ഇവർ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അധികൃതർ കൈയൊഴിഞ്ഞു. സുമനസ്സുകളുടെ സഹായം മാത്രമാണ് പ്രതീക്ഷ. ന്യൂസ് 18 താമരശ്ശേരി. ഇനി നോക്കാം ഇന്നറിയാൻ. സ്കൂൾ അവധിക്കാലം തുടങ്ങുന്ന മാർച്ച് 28 മുതൽ മെയ് 31 വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം 1 മണിക്കൂർ കൂട്ടും. 65 ദിവസങ്ങളിലും ക്ഷേത്രനട ഉച്ചകഴിഞ്ഞ് 3:30 തുറക്കും. മാർച്ച് 30 ശനിയാഴ്ച ക്ഷേത്രത്തിൽ VIP സ്പെഷ്യൽ ദർശനവും നിയന്ത്രിക്കും. സ്റ്റേഷനറി സാധനങ്ങളുടെ വാർഷിക സ്റ്റോക്കെടുപ്പ് നടക്കുന്നതിനാൽ ഏപ്രിൽ 1-2 തീയതികളിൽ മലപ്പുറം ജില്ലാ സ്റ്റേഷനറി ഓഫീസിൽ സ്റ്റേഷനറി വിതരണം ഉണ്ടായിരിക്കില്ല എന്ന് ഓഫീസർ അറിയിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നാളെയും മറ്റന്നാളും ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന ഫീൽഡ് വർക്കർമാരുടെ അഭിമുഖം മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും.
കൊല്ലം കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. +2 ആണ് യോഗ്യത. SC, ST, OEC വിദ്യാർത്ഥികൾക്ക് കോഴ്സ് സ്റ്റൈപ്പൻഡോടുകൂടി സൗജന്യമാണ്. ആലപ്പുഴ NSDCയും എഡ്യൂബ്രിഡ്ജ് കരിയർ അക്കാദമിയും ചേർന്ന് ബിസിനസ് കറസ്പോണ്ടന്റ് ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റർ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനം സംഘടിപ്പിക്കും. ബിരുദമാണ് യോഗ്യത. 18നും 30നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മാർച്ച് 23-ന് മെഗാ ജോബ് ഫെയർ സ്ട്രൈഡ് 2024 കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തുന്നു. വിവിധ മേഖലകളിൽ നിന്ന് 50-ലധികം തൊഴിൽദാതാക്കൾ മേളയിൽ പങ്കെടുക്കും. 18നും 50നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. ആലപ്പുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സ് മെഷീനുകളും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ സ്ഥാപനത്തിൽ നിന്നും അഴിച്ച് പുതിയ സ്ഥാപനത്തിൽ ഫിറ്റ് ചെയ്യുന്നതിനും ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യന്മാരിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ മാർച്ച് 26 ഉച്ചയ്ക്ക് 2 വരെ സ്വീകരിക്കും. നമ്മൾ ഇനി ഒരു പുതിയ റിപ്പോർട്ടിലേക്കാണ്, അല്ലെങ്കിൽ രസകരമായ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ചായക്കൊപ്പം പുസ്തകം നൽകി ബേക്കറി ഉടമ. മൂവാറ്റുപുഴ നഗരത്തിലെ പൈനായിൽ ബേക്കറിയിലാണ് വ്യത്യസ്തമായ ഈ ആശയം നടപ്പിലാക്കുന്നത്. കൊടും ചൂടിൽ ശീതളപാനീയങ്ങളോ ചായയോ കുടിക്കുവാൻ എത്തുന്നവർക്ക് ചൂട് ചെറുകടിക്കൊപ്പം അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളും തെരഞ്ഞെടുത്ത് വായിക്കുന്നതിനുള്ള അവസരമാണ് ബേക്കറി ഉടമയായ PM ഷുക്കൂർ നൽകുന്നത്. വായനയിൽ നിന്ന് അകന്നു പോകുന്ന യുവതലമുറയെ വായനയിലേക്ക് അടുപ്പിക്കുകയും സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആശയത്തെ അവതരിപ്പിക്കുന്നതിന് പിന്നിലെന്ന് PM ഷുക്കൂർ പറഞ്ഞു. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിനായി പ്രത്യേക ഷെൽഫും ഷുക്കൂർ തയ്യാറാക്കിയിട്ടുണ്ട്. 100-ലധികം പുസ്തകങ്ങളാണ് റെഡിയാക്കിയിട്ടുള്ളത്. ചായക്കൊപ്പം ഒരു പുസ്തകം എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോഫി വിത്ത് ബുക്ക് എന്ന ആശയം ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിൽ ഉണ്ടെങ്കിലും മൂവാറ്റുപുഴയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ഉടലെടുത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ വന്ന് ചായ കുടിക്കാം, ഒപ്പം ഒരു പുസ്തകവും അവർക്ക് വായനയിൽ താല്പര്യമുള്ളവർക്ക് പുസ്തകം ഇവിടെ എടുക്കാം, വായിക്കാം. അതിനുശേഷം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. അതേസമയം ഇവിടുത്തെ പുസ്തകം കൊണ്ടുപോകരുത്. ഇത് കാരണം മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇതിങ്ങനെ ഇപ്പോൾ തുടക്കമായതുകൊണ്ടാണ് ഇത് ഇത്രയും മാത്രം പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ബാക്കി പുസ്തകങ്ങൾ വീട്ടിലുണ്ട്. അത് കൊണ്ടുവന്ന് ഇവിടെ നിരത്തി വയ്ക്കുകയും അത് ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടുപോയി നല്ല രീതിയിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുസ്തകങ്ങൾ കടയിലിരുന്ന് വായിക്കുവാൻ മാത്രമേ ഷുക്കൂർ അനുവാദം നൽകൂ. അല്ലെങ്കിൽ പണമടച്ച് പുസ്തകം സ്വന്തമാക്കണം. വീട്ടിൽ കൊണ്ടുപോയി വായിച്ചിട്ട് തിരികെ കൊണ്ടുവരുന്ന സംവിധാനം ഇല്ല. ലോക സാഹിത്യകാരന്മാർ ഉൾപ്പെടെയുള്ളവരുടെ 5000-ലധികം പുസ്തകങ്ങളുടെ ശേഖരമാണ് ഷുക്കൂറിന്റെ വീട്ടിലും കടയിലുമുള്ളത്. 3 പുസ്തകങ്ങൾ ഇതിനോടകം ഷുക്കൂർ പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മൂവാറ്റുപുഴ. അതെന്തായാലും തീർത്തും വ്യത്യസ്തമായ ഒരു ആശയമാണല്ലേ. കാരണം ചായ കുടിക്കാം, ചായ കുടിയും നടക്കും, ഒപ്പം വായനയും നടക്കും. കോഫി വിത്ത് ബുക്ക് കൊള്ളാം. നമുക്കിതിൽ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകണം. ഇപ്പോൾ കൊടും ചൂടാണ്, കടുത്ത വേനലാണ്. ഈ സമയത്ത് ജലമോഷണവും നടക്കുന്നുണ്ട് അത്രേ. അത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ജലമോഷണം ഇപ്പോൾ പതിവാണ്. നെടുങ്കണ്ടം മുണ്ടിയെരുമയിലെ കർഷകനാണ് വെള്ളം മോഷണം പോയതായി പരാതി നൽകിയത്. കാർഷിക ആവശ്യങ്ങൾക്കായി സംഭരിച്ചു വെച്ചിരുന്ന വെള്ളമാണ് മോഷ്ടിക്കപ്പെട്ടത്. ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വെള്ളം സംരക്ഷിക്കാനായി ടാങ്കിന് സമീപം CCTV സ്ഥാപിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. 9-ാം തീയതി ഞാനിവിടെ വരുമ്പോൾ ഈ വെള്ളമടിക്കാൻ ഞാൻ ഏലത്തെ കൃഷിക്ക് നനയ്ക്കാനായിട്ട് വന്നപ്പോൾ ടാങ്കിൽ വെള്ളമില്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏത്തക്കൊല ഒരെണ്ണം കെട്ടി. അതുപോലെ തന്നെ ഇവിടെ ജലനിധിയുടെ കുടിവെള്ളത്തിൻ്റെ ഒരു ടാങ്ക് വെച്ചിരുന്നു. അതിൽ ഓസ് കണക്ഷൻ മൊത്തം കുത്തിക്കിഴിച്ച് പൊട്ടിച്ചു വിട്ടു. അതിനുശേഷം ഞാൻ ജാറും അവിടെ നിന്നെല്ലാം മാറ്റി. അത് കഴിഞ്ഞാണ് ഇന്ന് 12-ാം തീയതി വരുമ്പോഴാണ് ഈ ടാങ്കിൽ വെള്ളമില്ലാതെ കൃഷിക്ക് നനയ്ക്കാനിട്ടുന്ന വെള്ളമാണ് അത് മൊത്തം മോഷണം കൊണ്ടുപോയിരിക്കുന്നത്. പാലക്കാട് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്കിനി സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടണ്ട. നടപ്പാലത്തിലേക്ക് കയറാൻ ലിഫ്റ്റ് നിർമ്മാണം ആരംഭിച്ചു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ആദ്യ ലിഫ്റ്റ് നിർമ്മാണം. ഇതിന്റെ ഭാഗമായി അടിത്തറകളുടെ പണി പൂർത്തിയായി. കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന മലപ്പുറം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിന്റെ 3-ാം ഘട്ട നിർമ്മാണത്തിന്റെ തുടക്കമായി.
പാലച്ചോട് മുതൽ വെങ്ങാട് വരെയുള്ള നിർമ്മാണത്തിന് ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കുന്ന ആദ്യഘട്ടത്തിൽ അങ്ങാടിപ്പുറം മുതൽ പുത്തനങ്ങാടി പള്ളിപ്പടി വരെയും രണ്ടാം ഘട്ടത്തിൽ പള്ളിപ്പടി മുതൽ പാലച്ചോട് വരെയും മുൻപ് ടാറിംഗ് നടത്തിയിരുന്നു. എന്നാൽ പാലച്ചോട് മുതൽ വെങ്ങാട് വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായെങ്കിലും നവീകരണ ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല. പണി പൂർത്തിയാക്കുന്നതോടെ യാത്രക്കാരുടെ ഏറെക്കാലത്തെ ദുരിതത്തിന് അറുതിയാകും. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.